നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു വാർത്തയും അതുപോലൊപ്പം തന്നെ വിവാദവുമാണ് ബാർ സമയം ഉയർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. എനിക്ക് തോന്നുന്നു ഈ ബാർ സമയം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് സർക്കാരിനെതിരെ ചില ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നു. അതും വളരെ പരസ്യമായി രംഗത്ത് വന്നു. ഓർത്തഡോക്സ് സഭയും പിന്നെ കത്തോലിക്ക സഭയുടെ മദ്യവിരുദ്ധ കൂട്ടായ്മയും ഉൾപ്പെടെയുള്ള കൗൺസിൽ ഓഫ് ചർച്ചസ്, അങ്ങനെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് തുടങ്ങിയ എല്ലാ സംഘടനകളും ഒരുമിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വന്നൊരു സമയം കൂടിയാണ്. ഈ ബാർ സമയം രാത്രി 12 മണി, രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ സാധാരണ പോലെ, അതായത് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമുള്ള സമയം മറ്റെല്ലാ ബാറുകൾക്കും ബാർ സമയത്തെ ഏകീകരിക്കുന്നു എന്നാണ് മന്ത്രി അതിന് പറയുന്നൊരു മറുപടി, അല്ലെങ്കിൽ ഒരു ന്യായീകരണം. അതുപോലെ തന്നെ ഈ ചില ഹോട്ടലുകൾക്ക്, 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പ്രത്യേക ഫീസ് അടയ്ക്കുകയാണെങ്കിൽ വെളുപ്പിനെ 3 മണി വരെയും മദ്യം വിളമ്പുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു രീതിയിലേക്ക് തീരുമാനങ്ങൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇന്ന് പബ്ലിക് പൾസ് ചോദിച്ചിട്ടുള്ളത്. ആ പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. എനിക്ക് തോന്നുന്നു കൂടുതലും ആളുകൾ, ഈ മദ്യപിക്കുന്ന ആളുകൾക്ക് ഇതിനോടൊരു അനുകൂലമായൊരു നിലപാടുണ്ടെങ്കിൽ കൂടിയും സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആദ്യം തന്നെ ഒരു പ്രതികരണം കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. അയ്യോ, രാത്രി ഇത്രയും സമയമൊക്കെ 6 മണി വരെ വേലയും ചെയ്തിട്ട് വരുമ്പോഴേ ബാർ അടപ്പെന്നും പറഞ്ഞെങ്കിലും ഇത് കിട്ടണതെല്ലാം ബാറിൽ കൊണ്ട് കൊടുക്കാനല്ലേ വരുള്ളൂ. കൂലിവേലക്കാർ, ബാറ് ഉടമക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? കൂലിവേലക്കാർക്കും ജീവിക്കണ്ടേ? കൂലിവേല ചെയ്യണത് ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കാണും, ചിലപ്പോൾ 3 ദിവസം കാണും. ഈ 3 ദിവസം അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവരണത് ബാറിൽ കൊടുക്കാനേ വരുള്ളൂ. വീട്ടിൽ പട്ടിണി, പിള്ളേർ പട്ടിണിയാവും. ഈ 5 മണിക്ക് അത് ജോലി കഴിഞ്ഞ് വരണവരെ 5 മണി വരെ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിലെങ്കിലും പിള്ളേർക്ക് പൈസ കൊടുക്കും. എൻ്റെ ഭർത്താവ്, എൻ്റെ മോൻ എല്ലാവരും കുടിയനായിരുന്നതാണ്. അതാണ് ഞാൻ ഇത്രയും. അന്ന് ചാരായമുണ്ട്, പട്ടച്ചാരായം. അത് നിർത്തിയപ്പം പിന്നെ ബാറിലായി. ഇപ്പോൾ എൻ്റെ ഭർത്താവും ഇല്ല, മോനും ഇല്ല. രണ്ടുപേരും മരണപ്പെട്ട്. മോന് മഞ്ഞ നോവായിരുന്നു, ഭർത്താവ് അറ്റാക്കിൽ. മോൻ മരിച്ചിട്ട് 14 വർഷമായി, അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി. കുടിയനായിരുന്നു, നല്ല കുടിയനായിരുന്നു എൻ്റെ ഭർത്താവ്. അറ്റാക്ക് വന്നതാണ്. ഇവിടെ കോള് വീഴുന്ന് 3 അറ്റാക്ക് വന്നു. 3ാമത്തേൽ എന്നെപ്പോലെ എത്രയേ പാവപ്പെട്ട കുടുംബങ്ങൾ കാണും. കുടിയന്മാരാണെങ്കിൽ അവർ ഇതിന് വേണ്ടിയാണ് ജോലിക്ക് പോണത്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവും 14 വർഷങ്ങൾക്ക് മുമ്പ് മകനും ഈ അമ്മയുടേത് മരിച്ചത് ഒരു വാഹനാപകടത്തിലൊന്നുമല്ല, മദ്യപാനത്തെ തുടർന്നുണ്ടാകുന്ന പലതരം അസുഖങ്ങളെ തുടർന്നാണെന്ന് ആ അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സർക്കാർ, കേരള സർക്കാർ ഒരു പക്ഷേ ഇത് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാവകാശം അവർക്കുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്തു കൂടിയാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരിഷ്കാരം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രി പറഞ്ഞതിന്റെ ഒരു ഏകീകരിച്ചതേ ഏകീകരിച്ചു. ഇതിനു മുൻപ് മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് എല്ലായിടത്തും കൂടി ഒന്ന് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മന്ത്രിയുടെ ഒരു ന്യായീകരണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൂടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു സമയമാറ്റമൊക്കെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കെ.എം. മാണിയൊക്കെ, അതായത് ഉമ്മൻചാണ്ടിയുടെ ലാസ്റ്റ് ടേം, ഉമ്മൻചാണ്ടി അവസാനമായി അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് കെ.എം. മാണിയുമായി ബന്ധപ്പെട്ടൊരു ബാർക്കോഴ അഴിമതി ആരോപണമൊക്കെ വന്നിരുന്നു. ശരിക്കും അന്നത്തെ സർക്കാരിനെ ഏറ്റവും ശക്തമായി തിരിച്ചടിക്കുകയൊക്കെ ചെയ്തൊരു സംഭവമായിട്ടത് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ അത്ര കണ്ടുള്ള പ്രതിഷേധങ്ങളോ ആരോപണങ്ങളോ ഒന്നും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ കൂടിയും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ ബാർ മുതലാളിമാരും മറ്റുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കൊക്കെ വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്നത്. ഈ പണം കൊണ്ടൊക്കെയാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടികളിലോട്ടൊക്കെ കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ലാതെ ഈ പാർട്ടികൾക്കൊക്കെ സാധാരണക്കാരിൽ നിന്ന് പിരിക്കുന്ന പണം കൊണ്ട് ഒന്നും ഇതിൻ്റെ ഒന്നും ഇല്ലേ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും ഒരു പൊലിപ്പിലേക്കൊന്നും എത്താൻ പറ്റുകയില്ല. എനിക്ക് തോന്നുന്നു എം.പി. രാജേഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പ്രതിപക്ഷത്തോടു കൂടി ആലോചിച്ചിട്ടാണ്. പ്രതിപക്ഷം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം പറയുമെങ്കിലും ചെയ്യണം. അവർ കാര്യമായി ഇതിനെ എതിർക്കുന്നുമില്ല എന്നുള്ളൊരു
ഒരു വല്ലാത്ത സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. ഈ അമ്മയുടെ കുറച്ചു മുമ്പ് പറഞ്ഞ ആ അമ്മയുടെ കണ്ണുനീര് നമ്മുടെ സർക്കാരിന് മുമ്പിൽ എത്രയോ പേരുടെ കണ്ണുനീര് സർക്കാരിന് മുമ്പിൽ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പാണ് വലുത്. അതെ, വിജയമാണ്. അതുപോലെ അധികാരം ഏറ്റവും വലുത്. മറ്റൊരു പ്രതികരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. കാരണം അവർ കാത്തയക്കേണ്ടത് മറ്റേ കാരണം എന്നുള്ളത് ഇപ്പം 10 മണിയാക്കി 12 മണി വരെ ഉണ്ട് രാത്രി. ഇത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? സർക്കാരിന് ഗുണം ചെയ്യുമോ അതോ ബാറുടമകൾക്ക് ഗുണം ചെയ്യുമോ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇപ്പോൾ ടാക്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് മുന്നേറ്റം ലാഭം തന്നെ വരുന്നത്. അതെ, എന്തായാലും കാത്തു നിൽക്കണ്ടായല്ലോ എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ 11 മണിയാകുമ്പോഴത്തേക്ക് ആളുകളുടെ ഓട്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് പ്രതികരണം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. വിജിൽ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്? വിഗിൽ. ശ്രീ വിഗിൽ, കേൾക്കാമോ? കേൾക്കാം. താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഈ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം എന്താണ്? ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ബാറുകളുടെ ടൈമിന്റെ കൂടെ ബിവറേജിന്റെ ടൈമും കുറച്ചുകൂടെ കൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അതെ, കാരണം വെച്ചാൽ നമ്മളിപ്പോ അധിക പൈസ കൊടുത്താണല്ലോ ബാറുകളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നത്. അതെ, അത് ഇപ്പോ ബിവറേജുകൾ ഗവൺമെന്റ് കുറച്ച് മുന്നോട്ടിറങ്ങി ബിവറേജുകൾക്കും കുറച്ചുകൂടെ സമയം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ പൈസ കുറച്ചുകൂടെ ലാഭിക്കാം. അതെ, അതായത് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഈ ബാറുകളെ സംബന്ധിച്ചിടത്തോളം ബാറുകളുടെ മുതലാളിമാരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കൊക്കെ വലിയ രീതിയിൽ സംഭാവന ചെയ്യും. പക്ഷേ ബീവറേജസ് സർക്കാരിൻ്റെ തന്നെ ആയതുകൊണ്ട് അവിടെ നിന്ന് വരുമാനമൊന്നും സർക്കാരിന് കിട്ടാനില്ല. സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും. മനസ്സിലായി. ഇപ്പോൾ രാത്രി 9 മണിക്കല്ലേ ബീവറേജസ് അടയ്ക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ അത് 12 മണി ആക്കണമെന്നാണ്? അതെ, അറ്റ്ലീസ്റ്റ് 11 മണി വരെ ആക്കി കഴിഞ്ഞാൽ കൊള്ളാം. അറ്റ്ലീസ്റ്റ് 11 മണി വരെയെങ്കിലും ബീവറേജസിൻ്റെ സമയം കൂടി മാറ്റണമെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച വിഗിൽ എന്ന പറയുന്ന പ്രേക്ഷകൻ്റെ പ്രതികരണം. വളരെ നന്ദി വിളിച്ചതിന്, അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ശരിക്കും ഒരു മദ്യപിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ന്യായമായ സംശയമാണ് കേട്ടോ അത്. കാരണം ബാറുകളുടെ സമയം 12 മണി വരെ ആക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് 9 മണിക്ക് തന്നെ ഈ നാട്ടിലെ ബിവറേജസുകളൊക്കെ അടയ്ക്കുന്നത്? 10 മണി, 11 മണി, 12, 3 മണിക്കൂർ കൂടി സമയമുണ്ട്. ആ പുള്ളിക്കാരൻ പറഞ്ഞത് 3 മണിക്കൂർ വേണ്ട, രാത്രി 11 മണി വരെ എങ്കിലും ഇതുകൂടെ ഒന്ന് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതിലെ പ്രശ്നം. ബാറുകളൊക്കെ ലൈസൻസൊക്കെ 35 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ഒരു വർഷത്തേക്ക് ഒരു ബാർ ലൈസൻസിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. കണക്ക് കൃത്യമല്ല, കണക്ക് കൃത്യമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ അധിക പണം അടയ്ക്കണം ഈ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ വെളുപ്പിനെ 3 മണി വരെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അത്രയും പണമൊന്നും എന്തായാലും ബീവറേജസിൽ നിന്ന് വിൽക്കുന്നത് പൂർണ്ണമായും സർക്കാരിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് രാത്രി 11 മണി വരെ ഒക്കെ ഇത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ആ സമയം വരെ ഷിഫ്റ്റിലൊക്കെ ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നുള്ളത് കൊണ്ടായിരിക്കും സർക്കാർ ബാറുകൾക്ക് കൂടുതൽ സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രതികരണം കൂടി കണ്ടിട്ട് മടങ്ങി വരാം. ഗുണം ചെയ്യുന്ന ബാർ മുതലാളിമാർക്ക് അവർക്ക് 1 മണിക്കൂറിൽ കൂട്ടി കിട്ടുമ്പോഴത്തേക്ക് എത്രയും പൈസ കച്ചവടം നടക്കുമ്പോൾ അത്രയും പൈസ കൂടെ കിട്ടുകയില്ലേ. പൊതുജനങ്ങൾ കുറേ നശിച്ചുകൊണ്ടിരിക്കും. പിന്നെ അക്രമങ്ങളും, പിന്നെ രാത്രിയൊക്കെ 12 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ പിടിച്ചുപറി, അങ്ങനെയുള്ള വിഷയങ്ങൾ, മോഷണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. ബാറിന് ഇത്ര സമയം കൂട്ടാൻ പാടില്ല. കൂടിപ്പോഴേ 9 മണി, രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി, അത്രയാണെങ്കിൽ പിന്നെ വിഷയമില്ല. ഇതിപ്പോൾ പാതിരാത്രി ആകുമ്പോഴത്തേക്ക് അടിച്ചിട്ട് പിന്നെ പോകുന്ന അടുത്ത് ചിലപ്പം ഇങ്ങനെ കടകൾ കാണും, വീടുകൾ കാണും. മനുഷ്യൻ്റെ മൈൻഡ് മാറുന്ന എപ്പോഴാണെന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ പല മൈൻഡിൽ എന്തെങ്കിലും ചെയ്തു എന്തോ ചിലപ്പം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കും സ്ത്രീകൾ രാത്രിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ നടക്കും. ഇപ്പം തന്നെ 11 മണി വരെ ആയപ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. ഈ ബാറിങ്ങനെ 11 മണിക്ക് ആയെന്ന് പറഞ്ഞാൽ ആൾക്കാർ മദ്യപിച്ചിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് അത് ഒരു ഇരുട്ട് സമയമാണ്. ഇപ്പോൾ 12 മണി ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് വിഷയമാണ്. അങ്ങനെയൊക്കെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയമില്ല. അവർക്ക് പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് പിന്നെ വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അവർ പിന്നെ വിഷയമില്ലെന്ന്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് കിടക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ അവർക്കൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർ ടൂറിസ്റ്റ് കേന്ദ്രവും 5 സ്റ്റാറൊക്കെ പോയി എടുക്കത്തുള്ളൂ. സ്റ്റാൻഡേർഡുള്ള ടീമുകൾ അങ്ങനെ ചെയ്യത്തുള്ളൂ.
ഈ സാധാരണക്കാർ അടിക്കുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അതെ, ഈ ഗൾഫ് രാജ്യങ്ങളിലൊന്നും മദ്യപിച്ചാരും റോഡിൽ കിടക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ശിക്ഷ കിട്ടും. അതെ അതെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോയ ഒരാളെ വേറൊരാൾ വന്ന് വണ്ടിയിൽ വന്ന് ഇടിച്ചു. അദ്ദേഹത്തിന് വലിയ പരിക്കൊക്കെ ഏറ്റു. പിന്നീടാണ് മനസ്സിലായത് ഈ എതിരെ വന്ന ആൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്നൊക്കെ. അത് രാത്രിയിൽ ബാറിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമാണ് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സുഹൃത്തിനെ അവർ ഇടിച്ചിട്ടത്. നേരത്തെ ആദ്യത്തെ പ്രതികരണത്തിൽ ആ ചേച്ചി പറഞ്ഞ അതുപോലെ തന്നെയാണ്, ഇത്രയും സമയം കൂടെ കൂട്ടുമ്പോൾ ഇനി ആളുകൾക്ക് പോകാൻ എളുപ്പമായി. അത് നേരത്തെ ആണെങ്കിൽ അടച്ചല്ലോ വീട്ടിൽ വരികയോ വീട്ടിൽ പൈസ തരികയോ ചെയ്യുമായിരുന്നു എന്നുള്ളത്. അതെ അതെ. എന്തായാലും അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇതായിട്ടായിരുന്നു നേരത്തെ 1-ാം തീയതി ബാറുകൾ അല്ലെങ്കിൽ ബീവറേജസുകളൊക്കെ അടച്ചിടുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ശമ്പളം വരുന്ന ദിവസം ഇതും കൊണ്ട് നേരെ അങ്ങ് ബാറിലേക്കോ അല്ലെങ്കിൽ ബീവറേജസിലേക്കോ ആളുകൾ പോകാതെ അവരവരുടെ ആ മാസത്തെ കടങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ, അതിനുശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്നുള്ളതായിരുന്നു നേരത്തെ ഒരു നിലപാട്. അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ കൂടുതൽ സമയം സത്യത്തിൽ ഇടതുപക്ഷം ആദ്യം അധികാരത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മ കാണും ഈ KPAC ലളിതയും ഇന്നസെൻറ്റും കൂടെ അഭിനയിച്ച ആ പരസ്യം. അപ്പം അതുകൊണ്ട് ആ പരസ്യത്തിലൊക്കെ പറഞ്ഞിരുന്നത് മദ്യനിരോധനമല്ല മദ്യവർജനമാണെന്ന്. ഇങ്ങനെയാണോ കൂടുതൽ സമയം കൊടുക്കുകയും നിങ്ങൾക്ക് എപ്പോൾ വേണേലും വന്ന് മദ്യപിക്കാം, പക്ഷേ നിങ്ങൾ മദ്യം വർജിക്കൂ എന്ന് പറയുന്നൊരു നിലപാടാണ്. എന്തായാലും ഷാജി എന്ന് പറയുന്ന പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്. ശ്രീ ഷാജി, സ്വാഗതം പബ്ലിക് പൾസിലേക്ക്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷാജി കേൾക്കാമോ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാത്തന്നൂർ നിന്ന്. അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിലെ പ്രതികരണം ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള പല മണ്ടൻ തീരുമാനങ്ങളെ പോലെ തന്നെ ഈ ബാറിന്റെ സമയം കൂട്ടിയത് ഒരു ആവശ്യമില്ലാത്ത തീരുമാനം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? കാരണം ഈ മദ്യപിക്കുന്ന കുടുംബത്തിൽ നിന്ന് കഴിക്കാമല്ലോ. സമയം ഷാപ്പുകളിൽ കളയാനുള്ളതല്ല, പ്രധാനമായി വീടുകളിൽ ഉപയോഗിക്കേണ്ട സമയം മദ്യപിക്കാൻ ഉപയോഗിക്കുമ്പോൾ അവരെ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും അത് ഉപയോഗിക്കുന്നു. ഇല്ല എങ്കിൽ അത് എന്തായാലും നേരത്തെ വീട്ടിലാവും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ സമയം നമുക്ക് വീട്ടിൽ കയറാനായിട്ട് ശരി ശരി തെറ്റായ തീരുമാനം തന്നെയാണ്. ഓക്കെ, അദ്ദേഹം പറയുന്നത് വളരെ നന്ദി ശ്രീ ഷാജി വിളിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് ആ പോയിന്റ് തന്നെയാണ്. കാരണം ഈ സമയം കൂട്ടുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സമയം ബാറിൽ ഇരുന്ന് മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സമയമുണ്ടാകും. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ബാറുമായി ബന്ധപ്പെട്ട സീൻ വരുമ്പോൾ എന്താ ലാസ്റ്റ് ഓർഡർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ചിലരെ വന്ന് വിളിച്ചിണ്ണിപ്പിച്ചിട്ട് കടയടയ്ക്കാറായി പോകൂ എന്ന് പറയുന്ന സീനൊക്കെ മിക്കവാറും ഉള്ള മലയാള സിനിമകളിലെ ബാറുമായി ബന്ധപ്പെട്ട സീനുകളിലൊക്കെ മിക്കയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യാസം ഇനിയും പോകേണ്ട വരത്തില്ല. അവിടെ തന്നെ ഏതാണ്ട് കിടക്കാം. രാത്രി 12 മണി വരെയുണ്ട്. കുറച്ച് സമയം കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ല 5 സ്റ്റാറിലാണെങ്കിൽ അതും പ്രശ്നമില്ല, 3 മണി വരെയുണ്ട്. 3 മണി വരെ സമയമുണ്ട്. പണം കൊടുത്താൽ മതി. അവർ പണം കൊടുക്കേണ്ടത് ബാറുകാരാണ്, അത് വേറെ കാര്യം. പക്ഷേ അവിടെ 3 മണി വരെ കിടക്കാം. പിന്നെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യരൊക്കെ ഉറങ്ങുമല്ലോ എന്നുള്ള ഒരു രീതിയിൽ വേണമെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് വിടാം. എന്തായാലും അതാണ് ഈ വിഷയത്തിൽ കൂടുതൽ ആളുകൾ പറയുന്നത്. അപ്പോൾ ഷാജി എന്ന് പറയുന്ന പ്രേക്ഷകനും അത് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് മറ്റൊരു പ്രതികരണം കണ്ടിട്ട് മടങ്ങി വരാൻ തോന്നും. ടൈമിങ് ആക്കിയാൽ കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചിലപ്പം 12 മണിയായാലും നല്ല കാര്യം തന്നെ, കുഴപ്പമില്ല. കഴിക്കണമെന്നുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അവർ കഴിക്കുന്നവർ അവർ ഹാപ്പി ആവും. കഴിക്കുന്നവർ കഴിക്കട്ടെ, അല്ലാത്തവർ സമയം കുറയ്ക്കണമെന്തിന്? സമയം കുറയ്ക്കാന്ന് വേണ്ട, വന്ന നല്ല കാര്യം തന്നെ, സമയം കിടന്നോട്ടെ. അതാണ്, കഴിക്കുന്നവർ കഴിക്കട്ടെ, നല്ല കാര്യം എന്നൊക്കെ തന്നെയാണ് ആ ചേട്ടനും പറയുന്നത്. പക്ഷേ ഈ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവരിത് കഴിക്കുന്നത് കൊണ്ടുള്ള പിന്നെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആ കഴിക്കുന്നവരായിരിക്കും അനുഭവിക്കുക. ഈ മദ്യപിക്കുന്നത് ശരിക്കും ഒരു ഉന്മാദാവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ സുഖദുഃഖങ്ങൾ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ ഓക്കെ അവരായിരിക്കും. പക്ഷേ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെയും ഇത്
ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാതെയാണ്. അറിയാതെയൊന്നുമല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ അതുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതൊക്കെ എല്ലാ ദിവസങ്ങളും അത്തരം കാര്യങ്ങൾ കൂടി വരികയാണ്. ഈ രാത്രിയിലൊക്കെ ആളുകൾ ഇപ്പോൾ പഴയതുപോലെയല്ല, രാത്രിയിലൊക്കെ പല ജോലികളും ചെയ്തിട്ട് മടങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ കുറച്ചുകൂടെ സജീവമായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു നാടുകൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് അങ്ങനത്തെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ കൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. ഒരു പ്രതികരണം കൂടെ കേട്ടിട്ട് മടങ്ങി വരാം. ഈ സാധനം കൊടുക്കാതിരിക്കണല്ലേ ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ച് ഈ സാധനം കൊടുത്തിട്ട് പോലീസുകാർ പിടിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ അത് ചിന്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ സാധനം കൊടുക്കാതിരിക്കുക. ഈ സ്മോൾ അടിയെന്ന് പറഞ്ഞ ഒരു സാധനം അതങ്ങ് ഒഴിവാക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് എല്ലാവരും വെള്ളം അടിച്ച് ഫിറ്റായി പോയിട്ട് പകുതി എത്തുമ്പം തന്നെ പോലീസ് ഊതാൻ പറയും. നടന്നു പോകണവനായാലും പിടിക്കുന്നുണ്ട്. നടന്നു പോകുന്ന ഒരു വ്യക്തിയെ പോലും പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസിന് പൈസ ഉണ്ടാക്കാം, അവർക്കൊരു വരുമാനമായി. ആ വരുമാനം തന്നെ സർക്കാരിന് കൊടുക്കുകയാണ്. ചിന്തിച്ചോളണം. ഇതെല്ലാം അവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതും എല്ലാം അവർ തന്നെ ചെയ്യുന്നതും. പാവപ്പെട്ടവർ ജോലിയും ചെയ്തിട്ട് വന്നുകൊണ്ട് അവർ 1200 രൂപ 1300 രൂപയ്ക്ക് ജോലി ചെയ്യും. ജോലി ചെയ്ത് കൊണ്ടുവന്ന് ബാറിലോ സിവിൽ സപ്ലൈയിലോ കൊടുത്തിട്ട് അവന്മാർ കുടിച്ചും കൊണ്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങി അവന്മാർ 2 വാക്ക് പറയണ മുമ്പേ പോലീസുകാർ പൊക്കിയെടുത്തുകൊണ്ട് പോകും. എന്തിനാ ഇതിനൊക്കെ ആവശ്യം? ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ലല്ലോ. ഇതൊന്നും ഇല്ലാതിരിക്കുന്നു എങ്കിൽ ഒരു കുഴപ്പവുമില്ലല്ലോ. നാട്ടുകാർക്കാണ് കുഴപ്പമില്ലാത്തത്. സർക്കാരിനെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. കാരണം അവരുടെ വരുമാനം എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഈ ബീവറേജസിൽ നിന്നും ബാറിൽ നിന്നുമൊക്കെ കിട്ടുന്ന വരുമാനമാണ്. ലൈസൻസ് ഫീസായും അതുപോലെ തന്നെ ഈ ബീവറേജസിൽ നിന്നുള്ള മദ്യത്തിൻ്റെ നികുതിയായും ഒക്കെ ലഭിക്കുന്ന പണത്തിൽ നിന്നാണ് സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് സർക്കാർ അതിൻ്റെ സമയമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആളുകൾ വാഹനാപകടങ്ങളിൽ മരിച്ചാൽ, വാഹനാപകടങ്ങളെ തുടർന്ന് ആളുകൾക്ക് പരിക്ക് പറ്റിയാൽ, മദ്യപിച്ച ആളുകൾ വീട്ടിൽ പോയി ബഹളമുണ്ടാക്കിയാൽ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചാൽ, അതൊക്കെ അതിൻ്റെ പുറകിൽ പിന്നെ പോലീസുകാരെ കൂടെ ഒന്ന് ഇറക്കി വിടും. അവർ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും എന്നല്ലാതെ അതിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു ഇതുണ്ട്, പോലീസുകാർക്കും വരുമാനമായിരുന്നു. ശരിയല്ലേ? പോലീസുകാരും ഈ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെയാണ് കിട്ടുന്നത്, കൂടുതൽ പൈസ കിട്ടുന്നത്. അതും സർക്കാരിലേക്ക് തന്നെയാണ് വരുന്നത്. എന്തായാലും സർക്കാരിന് ഏത് തരത്തിലും വരുമാനമാണ്. അടുത്തൊരു പ്രതികരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. രാത്രി അങ്ങനെ ആകുമ്പോൾ അടി കൂടുതലുണ്ടാവില്ലേ? രാത്രിയിലേ കുടിച്ചിട്ട് അവന്മാർ അടി വയ്ക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് നിഷേധിക്കും? അയ്യോ, അത് വലിയ കുഴപ്പമാണ്. നേരത്തെ ബാറ് നേരത്തെ തുറക്കുക, നേരത്തെ അടയ്ക്കുക. രാത്രി 12 മണിയൊക്കെ ആയിപ്പോയല്ലേ പിന്നെ അവസാനം റോട്ടിൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഇറങ്ങി നടക്കാൻ പറ്റില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടാൻ കാരണമാവും അല്ലേ? അതെ, അതുകൊണ്ടാണ് അത് പാടില്ലാത്തതാണ്. നേരത്തെ തുറന്നിട്ട് നേരത്തെ അടയ്ക്കാം. ചേട്ടൻ്റെ അഭിപ്രായം. അതെ, അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ഒരു രാവിലെ ഒരു 8 മണിയാകുമ്പോഴേ തുറക്കുക, വൈകുന്നേരം ഒരു 4 മണിയാകുമ്പം അടയ്ക്കുക. അതായത് പക്ഷേ ബാറുകളുടെ വരുമാനം കുറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതലും ജോലിക്ക് പോകുന്നത്. നേരത്തെ 6 മണിക്ക് ശേഷമൊക്കെയാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. ആ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവർ നേരെ ബാറിലേക്ക് പോകും, അല്ലെ ബീവറേജസിലേക്ക് പോകും. അവർ അങ്ങനെ സമയം ചെലവഴിക്കും. എന്തായാലും നമ്മോടൊപ്പം കൊല്ലത്തെ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിമൽ കുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ശ്രീ വിമൽ കുമാർ, പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. താങ്കൾ ഈ വാർത്ത ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്താണ് താങ്കളുടെ പ്രതികരണം ഇതിനോട്? ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ബാറുകൾ മാത്രമല്ല, എല്ലാ ഷോപ്പുകളും 12 മണിക്ക് തുറക്കട്ടെ. നമ്മളെ നാട്ടിലെ ഷോപ്പുകളും ഹോട്ടൽസും ബാറുകളും മാത്രമല്ല, എല്ലാം തുറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വികസിത രാജ്യത്തിന്റെ ലക്ഷണമാണ് നമ്മൾ ശരിക്കും പറഞ്ഞ നൈറ്റ് ലൈഫുകൾ ആസ്വദിക്കുക, എല്ലാ ഷോപ്പുകളും കോംപ്ലക്സുകളും ഒക്കെ തുറക്കുക, എല്ലാ മനുഷ്യരും പുറത്ത് ഇറങ്ങുക എന്നുള്ളത്. പഴയ കാലത്താണ് നമ്മൾ 10 മണിയാകുമ്പോൾ വീട് കൊട്ടിയടച്ച് വീട്ടിലിരിക്കുന്ന രീതിയൊക്കെ മാറണം. നമ്മള് ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ നമുക്ക് അറിയാം, നൈറ്റ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മുടെ നാട്ടിൽ ആ ഒരു മാറ്റം വരണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എല്ലാവരും എല്ലാ ദിവസവും പോയി 12 മണി വരെ ബാറിൽ ഇരുന്ന് മദ്യം കഴിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ശരിക്കും റെഗുലർ ആയിട്ട് തന്നെ ബാറിൽ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം പൈസ 4 ഇരട്ടി കൂടുതലാണ്. അപ്പോ
ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടോ സമയം ചെലവഴിക്കാനൊക്കെ ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ ഇത്തരത്തിലുള്ള ബാറുകളിലേക്ക് എത്തുന്നത്. അതുപോലെ 12 മണി വരെ നീട്ടി എന്ന് ചോദിച്ചിട്ട് അത് എന്താണ് ഇത്ര വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടൽസ് ഒക്കെ തുറക്കുന്നുണ്ട്. ഈ വർക്കല പോലുള്ള ക്ലിപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ചെറുപ്പക്കാരും പ്രായമാരും ഒക്കെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ബാറ് മാത്രം ഒരു 12 മണി തുറന്നു വെച്ചിട്ട് ഒരിക്കലും അതിന് വലിയൊരു സംഭവമാണെന്ന്, ഒരു മോശമായ അവസ്ഥയാണെന്നും എനിക്കൊരിക്കലും അഭിപ്രായപ്പെടാൻ പറ്റില്ല. കാരണം ബാറുകൾ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും നൈറ്റ് ലൈഫിൽ തുറന്ന് പ്രവർത്തിക്കുകയും എല്ലാ മനുഷ്യർക്ക് വെളിയിറങ്ങി അത് എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാലമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ വിമൽകുമാർ വിളിച്ചതിന്. എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ അഭിപ്രായമാണ്. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചു ഫോൺ വിളിച്ചവരിൽ കൂടുതൽ പേരും അദ്ദേഹം പറഞ്ഞത് നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ ആഘോഷിക്കാം, അതുകൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ചെയ്യട്ടെ. അത് ബാറ് മാത്രമല്ല, എല്ലാ കടകളും 12 മണി വരെ തുറക്കാനുള്ള അനുമതി നിങ്ങൾ കൊടുക്കുമെന്നാണ് ആദ്യം വിളിച്ച രാജ്യങ്ങളെ പോലെ. വേറെ പ്രശ്നമുള്ള മറ്റ് രാജ്യങ്ങളെ പോലെയല്ല. നേരത്തെ ആ ഒരു ആള് പ്രതികരിച്ച പോലെ തന്നെ ഈ വെള്ളം അടിച്ച് വീട്ടിൽ പോകുന്ന ആളുകളാണെങ്കിലും ഓക്കെ, പക്ഷേ ഇതുപോലെ റോഡിൽ കിടക്കുക അല്ലെങ്കിൽ അക്രമാസക്തരാകുക, അപകടങ്ങൾ ഉണ്ടാക്കുക, അതൊരു സമൂഹത്തിന് മൊത്തത്തിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അതിന്. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ കൂടി നോക്കുമ്പോൾ നൈറ്റ് ലൈഫൊക്കെ എത്രത്തോളം ഇവിടെ വിജയിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതെ, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ രീതിയിലേക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ, മദ്യപിച്ച ആളുകൾ വാഹനം ഓടിക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളുകൾ അത് വളരെ അവരുടെ മാത്രം ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്വകാര്യമായി ഇത് ചെയ്യുന്നതിനോടൊന്നും ഉള്ളൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ മദ്യപിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആരോടെങ്കിലും പോയി ബഹളമുണ്ടാക്കും, വഴക്കുണ്ടാക്കും, റോട്ടിലൊക്കെ നിന്ന് തെറിയൊക്കെ പറയും. ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് അരവിന്ദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ കൂടി അഭിപ്രായം പറയുന്നതിന് വേണ്ടി ചേരുന്നുണ്ട്. ശ്രീ അരവിന്ദ്, ബാറുകളുടെ സമയം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോ തന്നെ നോർമലി ബാറിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് പോലീസുകാർ നിൽപ്പുണ്ട്, കുടിക്കാനും അവരെ ഫണ്ട് തരുമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാർ മുതലാളിമാരും കൂടെ ഒരു കാര്യം ചെയ്യണം, ഇത്രയും കിട്ടുന്ന ലാഭത്തിൽ നമുക്ക് ഫ്രീ ഹോം ഡെലിവറി കൂടെ ചെയ്തിരുന്നു, നമ്മളെ കൊണ്ട് വീട്ടിലേക്ക് തരണം. എനിക്ക് നന്നായിരുന്നു. അതായത് കുറച്ചുകൂടെ സമയം കൂട്ടുന്നത് കുഴപ്പമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, സമയം കൂട്ടുന്നത് പ്രശ്നം തന്നെയാണ്. അവർക്ക് മാത്രമായിട്ട് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ കാണിക്കുന്നത്. ശരി. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സമയം കൂട്ടുന്നത് ശരിയല്ല, സർക്കാരിന് ഫണ്ട് കിട്ടുന്നതിൽ മാത്രമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം പേർക്കും ഇതേ അഭിപ്രായമാണ്. ആളുകളുടെയൊക്കെ ഒരു പൾസ് അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവരെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന മനുഷ്യർ, കോറി ഒക്കെ നടത്തുന്ന ആളുകൾ, ഇതൊക്കെ പൊതുവായിട്ടുള്ള സത്യമാണ്. അതിനൊക്കെ തെളിവുണ്ടോ എന്നായിരിക്കും ഈ രാഷ്ട്രീയക്കാർ വളരെ പെട്ടെന്ന് ചോദിക്കുന്നത്. മണ്ണെടുപ്പൊക്കെ നടത്തുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് വരുന്ന ഒരു പണം കൂടെ നോക്കിയിട്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഒരു പ്രതികരണം കൂടെ കാണാം. അല്ലല്ല, ഇതിനെ പറ്റിയുള്ള കുറച്ച് വാർത്തകൾ ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു. അപ്പം അതിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സമയത്തിലുണ്ടാകുന്ന പ്രശ്നത്തെ പറ്റിയും, പിന്നെ വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ ബെറ്ററാക്കാം, കുറച്ചുകൂടെ സമയം ഇത് ചെയ്യാം. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ രാത്രി കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കുറച്ച് സമയം രാവിലെ 10 to 12 അത്രയും ടൈം വർക്ക് ചെയ്യുക, അതും ഷിഫ്റ്റൊന്നും ഇല്ലാതെ അവർ അത്രയും സമയം വർക്ക് ചെയ്യുക തുച്ഛമായ ശമ്പളത്തിന്. അങ്ങനെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുറച്ചുകൂടി വരുമാനം ഉണ്ടാക്കാൻ പറ്റും സർക്കാരിന്. പിന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടെ ടൈം നൈറ്റൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നൈറ്റ് കുറച്ചുകൂടി മനുഷ്യർ കുറച്ചുകൂടെ ഭംഗിയായി എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും അദ്ദേഹമാണ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഈ ബാറിൽ നമുക്ക് ഈ സാധനങ്ങൾ വിളമ്പിത്തരുന്ന, കള്ളൊക്കെ എടുത്തു തരുന്ന, അവിടെ ഉള്ള ജീവനക്കാരുടെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ഈ കാര്യത്തിലൊന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും ഒന്നെങ്കിൽ സമയം കൂട്ടണം, കുറയ്ക്കണം, അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ വിളിച്ച് ഇദ്ദേഹവും അത് പറയുന്നുണ്ട്. വ്യത്യസ്തമായി ജീവനക്കാരുടെ കാര്യം കൂടി നിങ്ങളൊന്ന് കണക്കിലെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. ഒരു തൊഴിലാളി സ്നേഹിയൊക്കെയാണ് എന്ന് ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ പബ്ലിക് പൾസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.